ഭവനരഹിതരായ സ്വന്തം ജനതയ്ക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ കഴിയാത്ത ഭരണകൂടമാണ്. അവരാണ് ഈ മതന്യൂനപക്ഷങ്ങളുടെ വീടുകൾ തിരിച്ചുപിടിച്ച് പൊളിച്ചു മാറ്റുന്നത്. അപമാനമായി കരുതേണ്ട ഒന്നിനെയും അവർ അഭിമാനത്തോടെ കൂടെ കൂട്ടി. അതിന്റെ പേരാണ് ബുൾഡോസർ രാജ്. 500 വർഷം പഴക്കമുള്ള മുസ്ലിം പള്ളി വരെ പൊളിച്ചുമാറ്റി. നിയമപരമായി യാതൊരു നടപടികളും സ്വീകരിക്കാതെയാണ് ഈ പൊളിച്ചുമാറ്റലുകളെല്ലാം നടക്കുന്നത്. ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ, ഒരു മുന്നറിയിപ്പുമില്ലാതെ. സംഘപരിവാർ ഭരണകൂടങ്ങൾക്കറിയാം നിയമപരമായ നടപടികൾ സ്വീകരിച്ചാൽ കോടതി ഇതൊന്നും അനുവദിക്കില്ല എന്ന്. കോടതി ഇടപെടും മുൻപേ പൊളിച്ചുമാറ്റലാണ് ബുൾഡോസർ രാജിന്റെ രീതി. വർഗീയ ലഹളകൾ നടന്ന ആസാം, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും അധികം പൊളിച്ചുമാറ്റൽ നടന്നിട്ടുള്ളത് എന്ന് അംനെസ്റ്റി ഇന്റർനാഷണൽ പഠനം കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികരിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്കുള്ള ശിക്ഷയായിട്ടാണ് അവരുടെ വീടുകളും ആരാധനാലയങ്ങളും പൊളിച്ചു നീക്കുന്നതത്രേ. ഇങ്ങനെ പൊളിച്ചടുക്കി യോഗിയെ സംഘപരിവാർ ഫാൻസ് ബുൾഡോസർ ബാബ എന്നാണ് വിളിക്കുന്നത്. അനധികൃത നിർമ്മാണം എന്ന് പറഞ്ഞാണ് മിക്ക പൊളിച്ചെടുക്കലുകളും നടക്കുന്നത്. പക്ഷേ മതന്യൂനപക്ഷങ്ങളുടെ സ്വത്തുക്കളിൽ മാത്രമാണ് ഈ അനധികൃത നിർമ്മാണം കണ്ടെത്തുന്നത് എന്നതാണ് വിരോധാഭാസം. ഇതിനെതിരെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാൻ ഇടതുപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ മറന്നിട്ടുണ്ടാവില്ല, പൊളിച്ചെടുക്കാൻ വന്ന ബുൾഡോസറിന്റെ മുൻപിൽ കയറി തടഞ്ഞ CPIM പോളിറ്റ് ബ്യൂറോ മെമ്പർ ബൃന്ദ കാരാട്ടിനെ. ഇന്ന് പേര് മാറ്റാൻ ആവശ്യപ്പെടുന്ന സംഘപരിവാർ ശക്തികൾ നാളെ പൊളിച്ചു മാറ്റാൻ വരും. അന്ന് അതിനെ ധീരതയോടെ നേരിടാൻ നമുക്ക് ഇടതുപക്ഷത്തിന്റെ കരുത്ത് വേണം. ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ.